ഹായ് ഡിയേഴ്സ്, തിങ്കിങ് തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈൻ തന്നെയാണ്. നെക്ക് ഡിസൈൻ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സാധാ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ, കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് ബിഗിനേഴ്സിനൊക്കെ പഠിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ലീഫാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ലീഫ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലീഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് സ്റ്റെമ്മ് ചെയ്യാം. സ്റ്റെമ്മ് ചെയ്യുന്നതും ലീഫ് ചെയ്യുന്ന സ്റ്റിച്ചിനോട് തന്നെ ഏകദേശം സാമ്യമുള്ള സ്റ്റിച്ചാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. കൊച്ചു കുട്ടികൾക്ക് വരെയും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ലീഫും സ്റ്റെമ്മും ഒക്കെ ചെയ്ത് തീർത്തു. ഇനി നമ്മൾ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബുള്ളിയ റോസിനൊക്കെ ചെയ്ത അതേ സ്റ്റിച്ച് തന്നെയാണ്. ബുള്ളിയ റോസിന് എടുക്കുന്നത് പോലെ തന്നെ സ്റ്റിച്ച് എടുത്തിട്ട് അതിൻ്റെ ചുറ്റിടുമ്പോൾ ഒരു 22 എണ്ണം ഇടുക. അതായത് കുറച്ച് ലെങ്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ബുള്ളിയ റോസസ് ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനും പഠിക്കാനും താല്പര്യമുള്ളവർ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് പോയിട്ട് കാണാം കേട്ടോ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിനൊരു ബോർഡർ പോലെ കൊടുക്കാം. അത് നമ്മളൊരു മജന്ത കളറൊരു നൂലെടുത്തിട്ട് നമ്മുടെ ലേസി ഡേയ്സി ചെയ്യില്ലേ, അതേപോലെ തന്നെ ചെയ്തെടുക്കാം അതിൻ്റെ ചുറ്റും.
അപ്പോൾ നമ്മൾ ലേസി ഡേസി ഉപയോഗിച്ച് ഇതിൻ്റെ ഇതളുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷനാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫ്രഞ്ച് നോട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം കളർ തന്നെ, മജന്ത കളർ തന്നെ എടുത്തിട്ട് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ പ്ലാന്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നവർ ഞങ്ങളുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കൂടി ഉണ്ട്. അതും കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അടുത്ത തവണ വീഡിയോസ് ഇടുമ്പോൾ വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്